പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്ക് ആരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്ക് ആരാധന. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേക്ക് ആരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്ക് ആരാധന. പിതാവിന്റെയും പുത്രന്റെയും ജീവനെ അങ്ങേക്ക് ആരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്ക് ആരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ അങ്ങേക്ക് ആരാധന. ത്രിത്വത്തിൻ മൂന്നാമനാം ദൈവമേ അങ്ങേക്ക് എന്നെന്നും ആരാധന. എപ്പോഴും ആരാധന. നിത്യവും Thank you, Lord. Thank you, Lord. ഈശോയെ നന്ദി, ഈശോയെ ഈശോയെ നന്ദി. ഈശോയെ ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ. ഇന്നത്തെ നമ്മുടെ സങ്കീർത്തനം 21 സങ്കീർത്തനമാണ്. രാജാവിന് വിജയം നൽകിയ കൃതജ്ഞത. 21 സങ്കീർത്തനത്തിൽ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ്. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അങ്ങനെ നമുക്ക് ഈശോയോടൊപ്പം ഒരു പുതിയ കീർത്തനം ആലപിക്കാം. യെസ്, സ്റ്റാർട്ട്. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷമങ്ങ് സാധിച്ചു കൊടുത്തു. അവന്റെ യാചനയങ്ങ് നിഷേധിച്ചില്ല. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്നവനെ സന്ദർശിച്ചു. അവന്റെ ശിരസിൽ തങ്കകിരീടമണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അവിടുന്നതു നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങവന്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്നവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു.
അത്യുന്നതന്റെ കാരുണ്യ നിമിത്തം അവൻ ഭയനായിരിക്കും. കർത്താവേ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷമങ്ങ് സാധിച്ചു കൊടുത്തു. അവന്റെ യാചനയങ്ങ് നിഷേധിച്ചില്ല. കർത്താവേ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. Praise the Lord. Thank you, thank you. നമ്മുടെ ഇന്നത്തെ ഉദ്ധരണി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ അൽമായ വിശ്വാസികൾ എന്ന അപ്പസ്തോലിക പ്രബോധനം ക്രിസ്റ്റി ഫിദേലിസ് ലേച്ചി എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ പ്രബോധനത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത രീതി സൂക്ഷിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ജോലിക്കാരാണെന്ന് ഉറപ്പാക്കുക. ഓരോ വ്യക്തിയും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കുകയും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം. പ്രൈസ് ദ ലോർഡ്. മഹാനായ ഗ്രിഗറി, വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, ക്രിസ്റ്റി ഫിദേലിസ് ലേച്ചി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത രീതി സൂക്ഷിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ജോലിക്കാരാണെന്ന് ഉറപ്പാക്കുക. ഓരോ വ്യക്തിയും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കുകയും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം. അതാണ് ക്രിസ്റ്റി ഫിദേലിസ് ലേച്ചി, അൽമായ വിശ്വാസികൾ. ആ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് ഓരോരുത്തരെയും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിളിച്ചിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദ ലോർഡ്. വാവ്, ദേ അത്ഭുതം നടക്കുന്നു. പ്രിൻസി അത് പ്രവചനം മലയാളത്തിൽ എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഷോ, താങ്ക് യു പ്രിൻസി. ഞാനാകുന്നു നിങ്ങളുടെ സർവസ്വം, ഞാനാകുന്നു സർവാധിപൻ. പ്രൈസ് ദ ലോർഡ്. അത് വായിച്ചോളൂ. നമ്മുടെ എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഓൺലൈനിൽ പിന്നീട് കയറി പഠിച്ചോളാമെന്നും പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനി വരാനിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നു. വരുവിൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശു പ്രാർത്ഥന കേൾക്കുന്നു. യേശു പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ്. അതിൻ്റെ മെയിൻ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡിലുള്ള 548 2667 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യേശു പ്രാർത്ഥന കേൾക്കുന്നു 2616. അതിനി വായിക്കുന്നില്ല.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ടാമത്തെ ആഴ്ചയാണിപ്പോൾ 548 പോകാം. 548 548 പറയുന്നത് വീണ്ടും യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ പിതാവാണ് അവിടുത്തെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ പിതാവാണ് അവിടുത്തെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുന്ന് വിശ്വാസമർപ്പിക്കുവാൻ ഈ അടയാളങ്ങൾ മനുഷ്യരെ ക്ഷണിക്കുന്നു. 269 യോഹന്നാൻ 5:36 ബെത്സയിദാ കുളത്തിലെ അത്ഭുതമാവും. വിശ്വാസപൂർവം അവിടുത്തെ പക്കലേക്ക് തിരിയുന്നവർ അപേക്ഷിക്കുന്നതെന്തും അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന യേശുവിലുള്ള വിശ്വാസത്തെ അത്ഭുതങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അവിടുന്ന് ദൈവപുത്രന അങ്ങനെ തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന യേശുവിലുള്ള വിശ്വാസത്തെ അത്ഭുതങ്ങൾ ശക്തിപ്പെടുത്തുന്നു. അവിടുന്ന് ദൈവപുത്രനാണെന്ന് അവ സാക്ഷി നൽകുന്നു. എന്നാൽ ഈ അത്ഭുതങ്ങൾ ചിലപ്പോൾ ഇടർച്ചയ്ക്ക് കാരണമായേക്കാം. ഇത് 548 പേജ് നമ്പർ 142. 548 ഖണ്ഡിക പേജ് നമ്പർ 142. എന്നാൽ ഈ അത്ഭുതങ്ങൾ ചിലപ്പോൾ ഇടർച്ചയ്ക്ക് കാരണമായേക്കാം. മനുഷ്യരെ ജിജ്ഞാസയെയോ മാന്ത്രിക വിദ്യ കാണാനുള്ള കൗതുകത്തെയോ തൃപ്തിപ്പെടുത്താനുള്ളവയല്ല അത്ഭുതങ്ങൾ. വളരെ പ്രകടമായ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും ചിലർ യേശുവിനെ തിരസ്കരിച്ചു. പിശാചുക്കളുടെ ശക്തിയിലാണ് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുപോലും ചിലർ ആരോപിച്ചു. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ പിതാവാണ് അവിടുത്തെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പ്രാർത്ഥന കേൾക്കുന്നു. ഈശോ നിരവധി അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ബോധ്യം ഇതാണ്: അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചത് പിതാവാണ് അവിടുത്തെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുന്ന് വിശ്വാസമർപ്പിക്കാൻ ഈ അടയാളങ്ങൾ മനുഷ്യരെ ക്ഷണിക്കുന്നു. വിശ്വാസപൂർവം അവിടുത്തെ പക്കലേക്ക് തിരിയുന്നവർ അപേക്ഷിക്കുന്നതെന്തും അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന യേശുവിലുള്ള വിശ്വാസത്തെ അത്ഭുതങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഇനി കൂടുതലായി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ച് കഴിഞ്ഞു. ഓരോ അത്ഭുതങ്ങളുടെയും പ്രസക്തിയും അതിൻ്റെ രഹസ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഈ 2667 അത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയുള്ള പഠനമാണ്. 2667 പറയുന്നത് ഈശോ ജപത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെതായ ഈ പ്രാർത്ഥന
പൗരസ്ത്യ പാശ്ചാത്യ സഭകളിൽ പല രൂപങ്ങളിൽ പ്രാർത്ഥനയുടെ പാരമ്പര്യമായി വളർന്നു വികസിച്ചു. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്നുള്ള സീനായ്, സിറിയ, അത്തോസ് മല എന്നിവിടങ്ങളിലുള്ള ആധ്യാത്മിക ഗ്രന്ഥകാരന്മാരുടെ കൈമാറി വന്നിട്ടുള്ള സർവസാധാരണമായ പാരമ്പര്യ അധിഷ്ഠിത പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവേ, ദൈവപുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കനിയണമേ. ഈ അന്ധന്മാരുടെ പ്രാർത്ഥനയായിരുന്നു അത്. എന്നാൽ ആ അന്ധന്മാരുടെ പ്രാർത്ഥന പൗരസ്ത്യ പാശ്ചാത്യ സഭകളിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഒരു പാരമ്പര്യമായി മാറി. അങ്ങനെയാണ് ഈശോ പ്രാർത്ഥനയായത്. അത് ഫിലിപ്പിയർ 2:6-11 ക്രിസ്തു വിജ്ഞാനപരമായ പ്രാർത്ഥനാഗീതത്തെ ചുങ്കക്കാരൻ്റെയും വെളിച്ചം യാചിക്കുന്ന അന്ധന്റെയും നിലവിളിയുമായി സംയോജിപ്പിക്കുന്നു. അതുവഴി നമ്മുടെ ഹൃദയം മാനുഷിക ദുരിതങ്ങളിലേക്കും രക്ഷകന്റെ കാരുണ്യത്തിലേക്കും തുറക്കപ്പെടുന്നു. കർത്താവേ, പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഇനി നമ്മൾ ഉടനെ മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥന 2617. ഇത്രയും സമയം നമ്മൾ പഠിച്ചിരുന്നത് ഈശോ പ്രാർത്ഥന കേൾക്കുന്നു. ഇനി പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥന 2617, പേജ് നമ്പർ 632. 2617. സമയത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രഭാതത്തിൽ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലും പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലിനും മുൻപ് മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കോസ്താദിനും അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി പിതാവിന്റെ ദയാപദ്ധതിയോട് മറിയത്തിന്റെ പ്രാർത്ഥന അതുല്യമാംവിധം സഹകരിച്ചു. ഒരു വായിക്കാം. സമയത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രഭാതത്തിൽ മറിയത്തിന്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിനും പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലിനും മുൻപ്, മനുഷ്യാവതാരത്തിനും പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലിനും മുൻപ് മംഗളവാർത്തയിൽ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താദിനം അവിടുത്തെ ശരീരമായ സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി. ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നതിനും പന്തക്കുസ്താ സമയത്ത് സഭയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി. പിതാവിന്റെ ദയാപദ്ധതിയോട് മറിയത്തിന്റെ പ്രാർത്ഥന അതുല്യമാം വിധം സഹകരിച്ചു. ദൈവത്തിന്റെ ദാനത്തിന് അവിടുത്തെ വിനീതദാസിയുടെ വിശ്വാസത്തിൽ അവിടുന്ന് സമയത്തിന്റെ ആരംഭം മുതൽ കാത്തിരുന്ന സ്വീകരണം ലഭിച്ചു. സർവശക്തൻ കൃപാവരപൂർണയാക്കി തീർത്ത അവൾ തന്റെ സമ്പൂർണ്ണ അസ്തിത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു: ഇതാ കർത്താവിന്റെ ദാസി,
അവിടുത്തെ വാക്കനുസരിച്ച് എന്നിൽ ഭവിക്കട്ടെ. അതാണ് മറിയത്തിൻ്റെ പ്രാർത്ഥന. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കനുസരിച്ച് എനിക്ക് ഭവിക്കട്ടെ. അത് ഭവിക്കട്ടെ എന്നതിന് ക്രിസ്തീയ എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക എന്തെന്നാൽ അവിടെ നിന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കുക, കാരണം അവിടെ നിന്ന് പൂർണ്ണമായും നമ്മുടേതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. മറിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് ഉണ്ടോ, നിന്റെ വചനം എന്നിൽ സംഭവിക്കട്ടെ. തുടർന്ന് നമ്മൾ അതിൻ്റെ സൈഡ് പാരഗ്രാഫുകൾ എടുക്കാം. 148, 494, 490. 148. വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം. പേര് മാറിപ്പോയി. വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസാനുസരണത്തിന്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തിഭാവമാണ് കന്യകാമറിയം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തനുസരിക്കുന്ന കാര്യത്തില. വിശ്വാസത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ പൂർത്തീകരണമാണ് കന്യകാമറിയം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ പൂർത്തിയാകട്ടെ. ഇതാ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്റെ സമ്മതം നൽകുകയും ചെയ്ത മറിയം ഗബ്രിയേൽ ദൂതൻ നൽകിയ സന്ദേശവും വാഗ്ദാനവും വിശ്വാസപൂർവ്വം സ്വീകരിച്ചു. അതാണ് പിന്നീട് എലിസബത്ത് പറഞ്ഞത്, മറിയത്തെ പുകഴ്ത്തി, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു. ഈ വിശ്വാസ നിമിത്തമാണ് പരിശുദ്ധ കന്യാമറിയത്തെ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സ്നേഹമുള്ളവരെ, നമ്മളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടാകും, നമ്മളോടും ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ടാകും. പക്ഷേ പരിശുദ്ധ മറിയം വിശ്വസിച്ച പോലെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അതിനൊരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞു തരാം. അതിന് ചെയ്യാനുള്ളത് ഇതാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഓരോ പാരഗ്രാഫും എടുത്തിട്ട് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ആ നിയമത്തിലുള്ള, ആ പുതിയ നിയമത്തിലുള്ള പ്രവചനങ്ങൾ പൂർത്തിയായത്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഔസേപ്പിന് രാത്രി സ്വപ്നം ഉണ്ടാകുന്നു. മാലാഖ ഔസേപ്പിനോട് പറയുന്നു, ഇത്
കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്. അതെവിടെ ആ പ്രവചനം? അപ്പോൾ ആ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആ ഭാഗം വായിച്ചാൽ, മത്തായി 1-ാം അധ്യായത്തിൽ 22-23 വചനമാണത്. മാലാഖ പറയുന്നു, മറിയത്തെ സ്വീകരിക്കുക, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. എവിടെ അരുളി ചെയ്തത്? അതെങ്ങനെ മനസ്സിലാകും? നിങ്ങൾക്കെല്ലാം അറിയാം, അത് ഞാനും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അടിക്കുറിപ്പിൽ നോക്കുക, ആ വചനത്തിന് സമാനമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏഷ്യ 7:14. ഇനി ഏഷ്യയിലേക്ക് പോകണം. ഏഷ്യ ഏത് കാലത്ത് ജീവിച്ചു? ഏഷ്യ 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജീവിച്ചു. അപ്പോൾ 725ഓളം വർഷം മുൻപ് എഴുതിയിരിക്കുന്നതാണ്. അതെടുത്ത് വായിക്കുക, അപ്പോഴാണ് മനസ്സിലാവും, മാതാവ് ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ വചനം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞത് ഈ ഏശയ്യായിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനവും എന്നിൽ പൂർത്തിയാകട്ടെ എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ പുതിയ നിയമം വായിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ കണ്ടുപിടിക്കുക, അത് പഴയ നിയമത്തിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വീണ്ടും അപ്പുറവും ഇപ്പുറവും നോക്കി വായിക്കുമ്പോൾ നമ്മളിൽ ഒരു വലിയ വിശ്വാസത്തിൻ്റെ വേലിയേറ്റം, വിശ്വാസത്തിൻ്റെ ഉയർച്ച ഉണ്ടാകും. ആ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ പൂർത്തിയായിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോഴാണ് മറിയത്തിൻ്റെ വിശ്വാസം പോലെ നമുക്കും സാധിക്കുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പം നമ്മളുടെ വിചാരം എന്താ? അതെല്ലാം നടക്കുമോ ആർക്കറിയാം. അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പില്ല. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു ഉയർച്ച. അപ്പോൾ കന്യാമറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 494-ാമത്തെ ഖണ്ഡിക. 494-ാമത്തെ ഖണ്ഡിക. നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മ ശക്തിയാൽ താൻ അത്യുന്നതന്റെ പുത്രന് ജന്മം നൽകുമെന്ന് അറിയിപ്പ് ലഭിച്ച ഉടൻ മറിയം വിശ്വാസത്തിന്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല എന്ന ഉറപ്പോടെ പ്രതിവദിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വാക്കിന് ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം യേശുവിൻ്റെ അമ്മയായി. രക്ഷയെ സംബന്ധിച്ച് ദൈവേഷ്ടത്തെ പൂർണ്ണഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പാപത്തിൻ്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ മുഴുവനായും സ്വപുത്രനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിനും സമർപ്പിച്ചു. സ്വപുത്രനോടൊത്ത് അവിടുന്ന് ആശ്രയിച്ചുകൊണ്ടും ദൈവകൃപയാൽ പരിത്രാണകർമ്മത്തിൻ്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. വിശുദ്ധ എരേനിയോസ്
വിശുദ്ധ എർണിയോസ് പ്രസ്താവിക്കുന്ന പോലെ സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവ വംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നു. അതുകൊണ്ടാണ് അനേകം ആദിമ സഭാപിതാക്കന്മാർ ഹവ്വായുടെ ധിക്കാരം മൂലമുണ്ടായ വാഗ്ദാനം അഴിക്കുവാൻ മറിയത്തിന്റെ അനുസരണത്തിന് കഴിഞ്ഞു. കന്യകയായ ഹവ്വ അവിശ്വാസം കണ്ട് തീർത്ത ബന്ധനത്തെ മറിയം തന്റെ വിശ്വാസം കൊണ്ട് അഴിച്ചു കളഞ്ഞു. ഹവ്വയോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവ് എന്ന് പ്രകീർത്തിക്കുന്നു. ഹവ്വായിലൂടെ മരണം, മറിയത്തിലൂടെ ജീവൻ എന്ന് അവർ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അതാണ് മാതാവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇനി 490 നമുക്ക് കാണാം അമലോത്ഭവം, മറിയത്തിൻ്റെ അമലോത്ഭവം. രക്ഷകന്റെ മാതാവായി തീരുവാൻ മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. മംഗളവാർത്ത അറിയിക്കുന്ന നിമിഷത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. ദൈവകൃപ നിറഞ്ഞവളെ. എന്നാണ്. വാസ്തവത്തിൽ തന്റെ വിളിയെക്കുറിച്ച് കന്യകാമറിയത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിനെ വിശ്വാസത്തിന്റെ സ്വതന്ത്ര സമ്മതം നൽകാൻ കഴിയുന്നതിന് അവൾ ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു. ഇപ്പോൾ മറിയത്തിന്റെ അമലോത്ഭവം മൂലം മറിയം ഉത്ഭവപാപത്തിൽ നിന്നും വിമുക്തയായി ദൈവകൃപ നിറഞ്ഞവളായി ജനിച്ചതുകൊണ്ട് കൂടിയാണ് മറിയത്തിന് അങ്ങനെ ഉത്തരം കൊടുക്കാൻ എളുപ്പം സാധിച്ചത്. എന്നാൽ നമ്മളും വാസ്തവത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ ഉത്ഭവപാപങ്ങളെയും മാറ്റിക്കൊണ്ടാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ജനിക്കുന്നത്. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളും ഉത്ഭവപാപത്തിൽ നിന്ന് വിമുക്തരായിട്ടാണ് ജീവിതം ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇനി മറിയത്തിന്റെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2618 മറിയം എങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്നും മാധ്യസ്ഥം വഹിക്കുന്നുവെന്നും സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കാനായിൽ വെച്ച് യേശുവിന്റെ അമ്മ ഒരു വിവാഹസദ്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പുത്രനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് വേറൊരു വിരുന്നിന്റെ അടയാളമാണ്. തന്റെ മണവാട്ടിയായ സഭയുടെ അഭ്യർത്ഥന പ്രകാരം സ്വന്തം ശരീരരക്തങ്ങൾ ദാനം ചെയ്യുന്ന കുഞ്ഞാടിന്റെ വിവാഹ സദ്യയുടെ അടയാളം. കുരിശിൻ ചുവട്ടിൽ പുതിയ ഉടമ്പടിയുടെ മണിക്കൂറിലാണ് സ്ത്രീയായും പുതിയ ഹവ്വയായും ജീവനുള്ളവരുടെ യഥാർത്ഥ അമ്മയായും മറിയം ശ്രവിക്കപ്പെടുന്നത്. ഈ കാരണത്താലാണ് മറിയത്തിന്റെ സ്തോത്രഗീതം ലത്തീൻ പാരമ്പര്യത്തിൽ മാഗ്നിഫിക്കാത്ത എന്ന പേരിലും ബൈസന്റൈൻ പാരമ്പര്യത്തിൽ
മെഗലിനാരിയോൺ എന്ന പേരിലും ദൈവമാതാവിൻ്റെയും സഭയുടെയും ഗീതമായി തീർന്നിരിക്കുന്നത്. സിയോൻ പുത്രിയുടെയും പുതിയ ദൈവജനത്തിൻ്റെയും ഗീതം രക്ഷാകര പദ്ധതിയിൽ ചൊരിയപ്പെടുന്ന കൃപാവരങ്ങളുടെ പൂർണിമയ്ക്കുള്ള കൃതജ്ഞതാ പ്രകടന ഗീതം. നമ്മുടെ പൂർവീകർക്ക് അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായി എന്നേക്കും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കൈവരുന്ന പ്രത്യാശ എക്കാലവും പുലർത്തുന്ന ദരിദ്രരുടെ ഗീതമാണ് മാഗ്നിഫിക്കാത്ത്. $2620 നമ്മൾ സംഗ്രഹത്തിലേക്ക് വരികയാണ്. ഈ പ്രാർത്ഥനയുടെ വെളിപാടിൻ്റെ യേശുവിൻ്റെ പുത്രസഹജമായ പ്രാർത്ഥന പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ ഉത്തമ മാതൃകയാണ്. പലപ്പോഴും ഏകാന്തതയിലും രഹസ്യമായും അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ പ്രാർത്ഥന പിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള സ്നേഹനിർഭരവും കുരിശുമരണത്തോളമുള്ള വിധേയത്വവും ശ്രവിക്കപ്പെടുമെന്ന സമ്പൂർണ്ണ ബോധ്യം ഉൾക്കൊള്ളുന്നു. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. 2621 തൻ്റെ പ്രബോധനത്തിൽ നിർമ്മല ഹൃദയത്തോടും സജീവവും സുസ്ഥിരവുമായ വിശ്വാസത്തോടും പുത്രസഹജമായ ധീരതയോടും കൂടെ പ്രാർത്ഥിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ജാഗ്രത പുലർത്താൻ അവരോട് ആവശ്യപ്പെടുന്നു. തൻ്റെ നാമത്തിൽ ദൈവസമക്ഷം അപേക്ഷകൾ സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. തന്നോടുള്ള പ്രാർത്ഥനകൾക്ക് യേശുക്രിസ്തു തന്നെ പ്രത്യുത്തരം നൽകുന്നു. 2622 സംഭവിക്കട്ടെ എന്ന പ്രഖ്യാപനത്തിലും സ്തോത്രഗീതാലാപത്തിലും പ്രത്യക്ഷപ്പെടുന്ന മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ സ്വഭാവം വിശ്വാസത്തിൽ തൻ്റെ അസ്തിത്വം മുഴുവനും ഔദാര്യപൂർവ്വം ദൈവത്തിന് സമർപ്പിക്കുക എന്നതാകുന്നു. സ്നേഹമുള്ളവരെയും ഇത് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും മറിയത്തിൻ്റെ വിശ്വാസവും മറിയത്തിന് ദൈവവചനത്തിലുള്ള ഈശോയുടെ വചനത്തിലുള്ള വിശ്വാസവും തമ്മിൽ വന്നാൽ മാത്രമേ ഈ നമ്മുടെ വിശ്വാസം മറിയത്തെ പോലെ ആകുകയുള്ളൂ. മാതാവിനെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിനെ കുറിച്ച് തന്നെ ഒരു ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്, റിഡംഡോറിസ് മാത്തർ. അതിൽ പറയുന്നത് ഷീ ഈസ് ദ പെർഫെക്റ്റ് മോഡൽ ഓഫ് എ ക്രിസ്ത്യൻ. യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു മോഡലാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് നമ്മൾ കേട്ടു മാഗ്നിഫിക്കാത്തിൽ. മാഗ്നിഫിക്കാത്തിലെ പ്രധാന വിഷയം മാഗ്നിഫിക്കാത്ത്. പ്രൈസ് ദി ലോർഡ്. തുറന്നപ്പോൾ തന്നെ അതാണ് കിട്ടിയത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുണ്ടോ. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് 3 കാര്യങ്ങളാണ്. എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകൻ. ഉണ്ടോ? ഇതാണ് എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു.
മറിയത്തിൻ്റെ സ്തോത്രഗീതത്തെ സാധാരണ എല്ലാ മഠങ്ങളിലും ഉപേന്ദകളിലും അവരെല്ലാ ദിവസവും കാനോനിക്കലായിട്ട് ഇത് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷെ നമ്മളത് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ പ്രാർത്ഥിക്കാൻ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യത്തിൽ ഇതാണ്: മറിയം തൻ്റെ ആത്മാവും മനസ്സും തൻ്റെ രക്ഷകനിൽ കൊളുത്തിയിരിക്കുകയാണ്. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ രക്ഷകൻ. അപ്പോൾ ഈശോയെ മറിയം ഗർഭത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയം തന്നെ പ്രഖ്യാപിക്കുന്നത് ഈ ഗർഭത്തിലായിരിക്കുന്ന ഉണ്ണീശോ മറിയത്തിൻ്റെയും രക്ഷകനാണ്. അങ്ങനെയാണ് മറിയം ഉത്ഭവഭാവമില്ലാതെ ജനിക്കുന്നത്. മറിയം ഉത്ഭവഭാവമില്ലാതെ ജനിക്കുന്നത് മറിയത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, യേശുക്രിസ്തുവിലൂടെ തന്നെയുള്ള രക്ഷ, ഈ രക്ഷാകര സംഭവത്തിൻ്റെ പൂർണ്ണമായ നടത്തിപ്പിന് മുൻകൂറായിട്ട് മറിയത്തിന് ലഭിക്കുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് മറിയം സ്തുതിക്കുന്നത്: എൻ്റെ ആത്മാവ്, എൻ്റെ ചിത്തം, എൻ്റെ രക്ഷകൻ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പൊ ഇതൊരു പ്രവചന ഗീതമാണ്. ഇത് മറിയം ഉണ്ടാക്കി പാടുന്ന ഒന്നല്ല. ഇതും പരിശുദ്ധാത്മാവിലൂടെ ഒരു പ്രവചന ഗീതമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം തന്നെ തന്നെ പൊക്കി പറയുന്നതല്ല, അത് പ്രവചനമാണത്, പ്രവചനമാണ്. ഇപ്പോൾ മുതൽ സകല തലമുറകളും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനം യുഗാന്ത്യം വരെ നടക്കുന്ന ഒരു കാര്യമാണെന്നും അത് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അത് വാഗ്ദാനം അനുസരിച്ചിട്ടാണ്. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്: അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. പിന്നെ അവസാനം പറയുന്നത്: അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അതാണ് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും, അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കും ചെയ്ത വാഗ്ദാനം അനുസരിച്ചാണ്. അപ്പോൾ മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്നത് മുഴുവനും മറിയത്തിന് അന്ന് ഈ വചനങ്ങളെല്ലാം അറിയാം. അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം, നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് തന്നെ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരണമെങ്കിൽ ഈ അബ്രാഹത്തോട് കർത്താവ് അരുളി ചെയ്ത വാഗ്ദാനം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അബ്രാഹം കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ സമയത്ത് കർത്താവ് പറഞ്ഞു, കുഞ്ഞിൻ്റെ മേൽ തൊട്ടുപോകരുത്, ഞാൻ ശപഥം ചെയ്യുന്നു. ഉണ്ടോ? അബ്രാഹത്തോട് കർത്താവ് വാഗ്ദാനം മാത്രമല്ല ചെയ്തത്, ആ വാഗ്ദാനത്തിൻ്റെ അചഞ്ചലതയെ ഉറപ്പിച്ച ശപഥം. ആ ശബ്ദം ഇതായിരുന്നു: നിന്റെ സന്തതി ഞാൻ ശപഥം ചെയ്യുന്നു. ദൈവം ശപഥം ചെയ്യണു.
നിന്റെ സന്തതിയിലൂടെ മനുഷ്യവംശം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോ മാതാവിന്റെ സ്തോത്രഗീതത്തിൽ മാതാവ് ഓർക്കുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനൊന്ന് അബ്രാഹത്തിനോട് ദൈവം ചെയ്ത ശപഥമാണ്. സ്നേഹമുള്ളവരെ, അപ്പൊ ഇതെല്ലാം ഓർക്കുന്നതിനെയാണ് മാതാവിന്റെ വിശ്വാസത്തിന്റെ ഒരു ഘടകമായിട്ട് പറയുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ ഉണ്ടോ? സ്തോത്രഗീതത്തിൽ പറയുന്ന മാതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് ഓർക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ ഈ വാഗ്ദാനം നമുക്ക് കൂടി ഉള്ളതാണ്. നോഹയോട് വാഗ്ദാനം അരുളി ചെയ്തു, അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്തു, ദാവീദിനോട് വാഗ്ദാനം ചെയ്തു. അതെല്ലാം നമ്മൾക്ക് അവകാശമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല നമുക്ക് അനുഗ്രഹവും കൃപയും കിട്ടുന്നത്. കൃപ ദൈവത്തിന്റെ സൗജന്യദാനമാണ്. മറിയം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ മറിയം ഗർഭിണിയായത്? പറയും. അബ്രാഹം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ അബ്രാഹത്തിന് കുഞ്ഞുണ്ടായത്? അപ്പോൾ ദൈവത്തിൻ്റെ സൗജന്യമായ അനുഗ്രഹത്തിൽ വിശ്വസിക്കണം. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. നാളെ നമ്മൾ ഇനി ഈ പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തീർത്തിട്ട് നമ്മൾ വീണ്ടും മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് നല്ലത്. കാരണം ഇനി സഭയുടെ യുഗത്തിൽ പെന്തക്കോസ്താ ദിനം മുതൽ മറ്റൊരു കാലഘട്ടമാണ് ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. വരുവിൻ, നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ശൈലിയെ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിലേറ്റവും പ്രധാനം ഒന്ന്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളെ ഭാഗ്യവതി. നമ്മുടെ ജീവിതത്തിലും മാതാവ് വിശ്വസിച്ച കാര്യങ്ങളെല്ലാം നമ്മളും വിശ്വസിക്കണം. അബ്രാഹത്തിനോട് ചെയ്ത ശപഥവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കണം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മാതാവ് അത് വിശ്വസിച്ചു. എന്നാൽ സക്കറിയാക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. God bless you, God bless you.